ഇത് കൂടുതലും പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലോട്ടും അതേമാതിരി ക്വാർട്ടേഴ്സുകൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളില് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ക്യാഷ് ഇല്ലാത്ത അധികം ഇല്ലാത്തവരുടെ വീടുകളിലേക്കും നിങ്ങളുടെ റേറ്റ് കുറവായതുകൊണ്ട്. സെക്കൻഡ് വരുന്നുണ്ട് 32 രൂപ വരും. സെയിം ഇത് തന്നെ സെക്കൻഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ പിൻ ഹോൾസ് ഉണ്ടാവും. നമസ്കാരം, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈൽസുകളെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മള് 2 ടൈപ്പ് ടൈലാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒന്ന് വിട്രിഫൈഡ് ടൈലും പിന്നെ സെറാമിക് ടൈലും. ഇപ്പൊ വിട്രിഫൈഡ് ടൈലാണ് ഇപ്പൊ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. വിട്രി ടൈലാണ് ഒന്നുകൂടി ക്വാളിറ്റി കൂടിയതും ഡ്യൂറബിലിറ്റി കൂടിയതും വിട്രിഫൈഡ് ടൈലാണ്. പക്ഷെ കോസ്റ്റ് വിട്രിഫൈഡ് ടൈലിന് കുറച്ച് കൂടുതലാവും. അത് വിട്രിഫൈഡ് ടൈലാണ് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ സെറാമിക് ടൈലാണ്. സെറാമിക് ടൈല് വിട്രിഫൈഡ് ടൈലാണ്ട് ക്വാളിറ്റി ഒന്നുകൂടി കുറഞ്ഞ ടൈലാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയില് ഈ ടൈൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒന്നുകൂടി നമ്മളെ വിട്രിഫൈഡ് ടൈൽ നമ്മളൊരു 4 ടൈപ്പാണ് ഉള്ളത്. ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല്, ഡബിൾ ബോഡി വിട്രിഫൈഡ് ടൈല്, GBT, PVT അങ്ങനെ 4 ടൈപ്പ് ടൈലാണ് മാർക്കറ്റിൽ പൊതുവായിട്ട് വരുന്നത്. അപ്പോ നമുക്ക് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് GBT ടൈലാണ്. GBT ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം GBT കുറെ ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ കാണുന്നൊക്കെ നമ്മൾ GBT ടൈലാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇതൊക്കെ GBT ടൈലല്ലേ? GBT ആണ്. ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈൽ എന്ന് പറയും. ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ടൈലാ. ഇത് GBT 4x2 അല്ലേ? മാർബോണൈറ്റ് ബോഡിയാണ്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ വരുന്നേ? ഇത് 37 റുപ്യ. 37 റുപ്യ സ്ക്വയർ ഫീറ്റ്. പ്രീമിയം ക്വാളിറ്റി. നമ്മൾ ഈ വിട്രിഫൈഡ് ടൈലിന് കുറെ ഐറ്റം ഉണ്ടല്ലോ. ഡബിൾ ബോഡി വിട്രിഫൈഡ് പിന്നെ ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽ. ഇതിന്റെ റേറ്റ് എങ്ങനെ വ്യത്യാസങ്ങൾ എങ്ങനെ വരുന്നത്? അതൊരു 5 റുപ്യ ഇങ്ങനെ വ്യത്യാസം വരും. ഡബിൾ കോട്ടിംഗ് ഉണ്ടാവും. ഡബിൾ കോട്ടിങ്ങിന് ഡബിൾ ചാർജ്. പിന്നെ ഫുൾ ബോഡി ഉണ്ട്. ഫുൾ ബോഡിക്ക് ആകുമ്പോൾ ഒരു 10-15 റുപ്യ കൂടെ കൂടും. 15 റുപ്യ കൂടുതല. ഫുൾ ബോഡി പറഞ്ഞാൽ ഉരുട്ടിയാല് ഇവിടെ ഹോൾഡ് ചെയ്താല് സെയിം കളർ അവസാനം. ഇതിന് എത്ര റേറ്റ് പറഞ്ഞു? ഇതിന് 37 റുപ്യ. 37 റുപ്യ. പല കളറിലുള്ള പ്രിന്റുകളുണ്ട്. നല്ല ഗ്ലേസ്ഡ് ടൈലാണ്. ഇത് കളർ മാറ്റത്തിന് എന്തെങ്കിലും റേറ്റ് കൂടുതലുണ്ടോ? കളർ മാറ്റത്തിന് പറഞ്ഞാല് പ്ലെയിൻ കളേഴ്സ് ഉണ്ട്. ബാത്റൂമിനൊക്കെ കൊടുക്കുന്നത് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ്. അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. 3 റുപ്യ വ്യത്യാസം. അത് പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും. പ്ലെയിൻ കളേഴ്സ് കുറച്ച് വില കൂടുതലാണ്. പ്ലെയിൻ കളേഴ്സിന് മാത്രം കുറച്ച് വില കൂടുതലായിട്ടാണ് വരിക. ബാക്കിയുള്ളതൊക്കെ ഒരേ റേറ്റ് ആണ് വരുന്നത്. കളർ അധികം വ്യത്യാസം വരുന്നുണ്ട് വെച്ചിട്ട് റേറ്റിന് അധികം മാറ്റം വരുന്നില്ല ഇവിടെ. നമുക്ക് ഫുൾ ബോഡി ഡബിൾ ചാർജഡ് ആണെങ്കിൽ ഇതിന്റെ കോട്ടിങ് ഒന്നുകൂടി കൂടുതൽ ഉണ്ടാവും. ഫുൾ ബോഡി ആണെങ്കിൽ 10-15 റുപ്യ മാറ്റം വരും. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ ഫുൾ ബോഡി നമ്മൾ ഒരു റഫായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഫുൾ ബോഡി യൂസ് ചെയ്താൽ മതി. നമ്മള് ലിവിംഗ് റൂം ഇങ്ങനത്തെ ഭാഗത്തൊക്കെ നമുക്ക് ഈ GBT തന്നെ മതി. കാര്യമായിട്ട് അധികം റഫായിട്ട് യൂസ് ചെയ്യാത്തടത്ത്. ഇവിടെ എങ്ങനെ ഫുൾ ബോഡി തന്നെ പോലുണ്ടോ? ഇല്ല, ഇത് സ്റ്റെയർ കേസിനും ഫ്രണ്ടിലെ ഇതിനും പിന്നെ അതേമാതിരി സ്ലാബിനൊക്കെ കിച്ചൺ സ്ലാബ്, സിറ്റ് ഔട്ടിന്റെ സ്ലാബിനൊക്കെ ഫുൾ ബോഡി അല്ല GBT തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് 2x2 ആണ്. 2x2 ടൈൽസ് ആണ് വരുന്നത്. വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. നാനോ വെട്രിഫൈഡ്. ഇതെങ്ങനെ റേറ്റ്? ഇത് 28 റുപ്യ. 28 റുപ്യ അല്ലേ? 2x2 അല്ലേ? 2x2. ഇത് കൂടുതലും പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലോട്ടും അതേമാതിരി ക്വാർട്ടേഴ്സുകൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളില് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കൂടുതൽ. പിന്നെ ക്യാഷ് ഇല്ലാത്ത അധികം ഇല്ലാത്തവരുടെ വീടുകളിലേക്കും നിങ്ങളുടെ റേറ്റ് കുറവായതുകൊണ്ട്. ഇതാണ് പ്ലെയിൻ ആയിട്ട് കളർ റേറ്റ് വരുന്നത്. പ്ലെയിൻ കളേഴ്സ് ആണ് ബാത്റൂമിന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് 38 രൂപ വരും. 38 രൂപ. പിന്നെ പല കമ്പനിയും പല വിലയാണ്. ഇത് ഗ്ലോസി, ഇത് മാറ്റ് ഫ്ലോറിംഗിന് ഇവിടെ മാറ്റ് ടൈപ്പ് ഉണ്ട്. മാറ്റ് ടൈപ്പ് എങ്ങനെ അതേ റേറ്റ്? സെയിം റേറ്റ് ആണ് അല്ലേ? അപ്പം ഗ്ലോസി ടൈലായാലും മാറ്റ് ടൈലായാലും ഒരേ റേറ്റ് വരുന്നത്. ഇവിടെ കളർ വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് വഴുക്കാതിരിക്കാൻ വേണ്ടി പിന്നെ സെക്കൻഡ് വരുന്നുണ്ട് 32 രൂപ വരും. സെയിം ഇത് തന്നെ സെക്കൻഡ് ക്വാളിറ്റി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ പിൻ ഹോൾസ് ഉണ്ടാവും. അത് കാണാൻ പറ്റുമോ? കാണാൻ ഇപ്പൊ നമ്മളൊരു ബോക്സ് പൊളിച്ച് വെച്ചതാണ്. അതിന്റെ അകത്തൊന്നും കാണാനില്ല. സെക്കൻഡ് ക്വാളിറ്റി വരുന്നത് ഇത് സെക്കൻഡ് ക്വാളിറ്റി. എത്ര എല്ലാ ഫ്രണ്ടിലും സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പിൻ ഹോൾസ് ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാം. റിജക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാളിറ്റി. ഇത് വാട്ടർ ഇതെല്ലാം വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ നമ്മള് ചെറിയ സെക്കൻഡ് ക്വാളിറ്റി ആണ് വരുന്നത്. ക്വാളിറ്റിയിൽ അധികം മാറ്റം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഒരു കമ്പ്യൂട്ടർ ചെറുങ്ങനെ വ്യത്യാസം ഉണ്ടാവുള്ളൂ.
റേറ്റിൽ ഇങ്ങനെ ചെറുങ്ങനെ വ്യത്യാസം വരുന്നുള്ളൂ. ചെറിയ പിൻ ഹോൾസ്, ചെറിയ ചെളുക്കൊക്കെ എടുത്ത് പോകും, അതിന്റെ സൈഡ് വെക്കാനും അങ്ങനത്തേനൊക്കെ. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ അതിന്? 32 രൂപ. ചെറിയൊരു കുറച്ച് മാറ്റമുണ്ട്, വലിയ വ്യത്യാസം നമുക്ക് തോന്നൂല, അറിയില്ല സെക്കൻഡ് ക്വാളിറ്റി വെച്ചിട്ട്. പിന്നെ അടുത്താണ് നമ്മുടെ മാറ്റ് ടൈപ്പ് തന്നെയാണ്, കിച്ചണ് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റിയ വർക്ക് ഏരിയ അങ്ങനത്തെ ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റിയ മാറ്റ് ടൈപ്പ്. ഇതും ഏകദേശം 38 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആ ടൈപ്പ് തന്നെ വരുന്നത്. ഇതൊന്നും കൂടി കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് വരുന്നത്, കുറച്ചൊരു ഗ്ലോസിനെസ് ആയിട്ടുണ്ട്. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിന് 40 രൂപ. ഇതിന് ഏകദേശം 40 രൂപയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇപ്പം GBTയും ഡബിൾ ചാർജിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം ഡബിൾ ചാർജ് നമ്മൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്, അപ്പൊ നമ്മൾ അത്രയും റേറ്റ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോന്ന് നമുക്കൊന്ന് അറിയാം. അപ്പൊ നമ്മളെ ഡബിൾ ചാർജിൽ വിട്രിഫൈഡ് ടൈൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ ബോഡി ഇതിങ്ങനെ കാണുന്നില്ലേ, ഇവിടെ 2 ഇരട്ട ഇങ്ങോട്ടാണ് വരിക. അപ്പോ ഇതിൽ നമ്മള് ചെറിയ ഇങ്ങനെ ഒരസലും ഇതൊന്ന് വന്നാലും നമുക്ക് ഇതിൽ ടൈമില് വല്ലാതെ ഏൽക്കൂല. ഈ ഡബിൾ ചാർജ് വിട്രിഫൈഡ് ടൈൽ ആവുമ്പോൾ GBT ആണെങ്കിൽ ഈ കോട്ടിങ് മേലെ മാത്രം വരുള്ളൂ.